Welcome to Renisha CS Edu World. നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് റോട്ടർ മെഷീനെ കുറിച്ചാണ്. റോട്ടർ മെഷീൻ. ഇപ്പം നമ്മൾ റോട്ടർ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മോഡേൺ സൈഫറിന് മുമ്പ് നേരത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൈഫറാണ് റോട്ടർ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, റോട്ടർ മെഷീൻ. റോട്ടർ മെഷീന് വേൾഡ് വാർ II സമയത്ത് ജർമ്മനിയും ജപ്പാനും യൂസ് ചെയ്തിരുന്ന ഒരു മെക്കാനിസം, ഒരു സിസ്റ്റമാണ് റോട്ടർ മെഷീൻ എന്ന് പറയുന്നത്. വേൾഡ് വാർ II സമയത്ത് ജർമ്മനിയും ജപ്പാനും യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് റോട്ടർ മെഷീൻ. പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെരി കോംപ്ലക്സ് ആണ്. ഇംപ്ലിമെൻറ്റഡ് എ വെരി കോംപ്ലക്സ് വേരിയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ വെച്ചിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇംപ്ലിമെൻറ്റ് എ വെരി കോംപ്ലക്സ് വേരിയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ആണ് ഈ റോട്ടർ മെഷീൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റോട്ടർ മെഷീൻ്റെ അകത്ത് സീരീസ് ഓഫ് സിലിണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സിലിണ്ടറും നമുക്ക് തരുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമുക്കൊരു റൊട്ടേഷൻ, ഒരു സിലിണ്ടർ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നൊരു സിലിണ്ടറാണ്. അപ്പം ഈ ഒരു റൊട്ടേഷൻ്റെ സമയത്ത് ഈ ഒരു ഫുള്ളൊരു റോട്ടർ മെഷീൻ ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എൻക്രിപ്റ്റഡ് ലെറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം 3 സിലിണ്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുക 2⁻63, അതായത് 17576 ആൽഫബറ്റ് ഉള്ള അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എൻക്രിപ്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. 3 സിലിണ്ടറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇതാണ് വേൾഡ് വാർ II സമയത്ത് ജർമ്മനി ജപ്പാനും യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്. ഇതിനകത്ത് സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് സിലിണ്ടർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടൊരു എൻക്രിപ്റ്റഡ് മെസ്സേജ് കിട്ടും. അപ്പം ഇവിടെ 3 സിലിണ്ടർ ആണെങ്കിൽ 2⁻63 ആൽഫബറ്റ്സ് ആയിരിക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്. അതെങ്ങനെയാണെന്നുള്ള വർക്കിംഗ് നോക്കാം. അപ്പോൾ ഇവിടെ 3 സിലിണ്ടറാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് 3 സിലിണ്ടറാണ്. ഈ 1, 2, 3 ഫസ്റ്റ് സിലിണ്ടറിനെ ഫാസ്റ്റ് റോട്ടർ എന്ന് പറയും. ഓക്കെ, സെക്കൻഡിനെ മീഡിയം റോട്ടർ, തേർഡ് സ്ലോ റോട്ടർ. അപ്പോൾ ഇങ്ങനെ 3 സിലിണ്ടേഴ്സ് ഇതിനകത്ത് കാണും. ഓരോ സിലിണ്ടറിൻ്റെ അകത്ത് 26 പിൻസ് കാണും. ഓരോ സിലിണ്ടറിൻ്റെ അകത്തും എത്ര കാണും? 26 പിൻസ് കാണും. അപ്പം അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കേട്ടോ, അപ്പോൾ ഇവിടെ ഈ 24 ഇവിടെ ഓരോന്നിൻ്റെ അകത്തും തന്നെ ഇവിടെ 26 പിൻസ് ഇവിടെ ഉണ്ട്. ടോട്ടലി നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിനകത്ത് 26 പിൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഈ 3 സിലിണ്ടറും എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഒന്നൊന്നിനോട് ബന്ധമൊന്നുമില്ല. ഇൻഡിപെൻഡൻ്റ്ലി റൊട്ടേറ്റ് ചെയ്യുന്ന സിലിണ്ടേഴ്സാണ്. അതിനകത്ത് ഇവിടെ എന്താണ് 26 ഇൻപുട്ട് പിൻസ് ആണുള്ളത്. ഇവിടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന 26 ഇൻപുട്ട് പിൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞെങ്കിൽ ഇൻറ്റേർണൽ വയറിങ്സ്, അതിൻ്റെ അകത്ത് 1-2 എണ്ണമാണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ എ എന്ന് പറയുന്നത് വയർ ചെയ്തേക്കുന്നത് 24, ബി വയർ ചെയ്തേക്കുന്നത് 25. മനസ്സിലായി? അങ്ങനെ ഓരോരുത്തടത്തോട്ടും ഇത് വയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റേർണൽ വയറിങ്സ് കാണും. അപ്പം ഇവിടെ നമ്മൾ ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, ഓക്കെ, ഒരു കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റൊട്ടേഷൻ ഉണ്ടാവും. അതിനെ ഒരു 1 സ്റ്റെപ്പ് റൊട്ടേഷൻ ആയിരിക്കും ഇതെടുക്കുക. ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിംഗിൾ സ്ട്രോക്ക് റൊട്ടേഷൻ. അങ്ങനെ ഇത് 26 കീസും ഇവിടെ സ്ട്രോക്ക് ചെയ്ത് കഴിയുമ്പം ഈ സിലിണ്ടർ ഇത് പഴയ പ്ലേസിൽ തന്നെ വരും. മനസ്സിലായോ? ആദ്യം ഇപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ റൊട്ടേഷനിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇവിടെ നിന്ന് ആദ്യം റൊട്ടേറ്റ് ചെയ്യുമ്പം ആദ്യം ഇങ്ങനെ വന്നു, അടുത്ത ഒരു കീ സ്ട്രോക്ക് ചെയ്യുമ്പോൾ അടുത്ത് ഇങ്ങനെ വന്നു, അടുത്ത കീ സ്ട്രോക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. അങ്ങനെ 26 പിൻസ് ആയി കഴിയുമ്പം എവിടെയാണോ സിലിണ്ടർ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ ആയിരിക്കും അത് വന്ന് നിൽക്കുന്നത്. അപ്പം ഈ 26 കീസും ഇത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ, അതായത് മീഡിയം സിലിണ്ടർ ഒന്ന് മൂവ് ചെയ്യും. മനസ്സിലായോ?
ഇത് 26 ടൈംസ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വരും. ആദ്യത്തെ പൊസിഷനിൽ അന്നപ്പം ആ ടൈമിൽ എന്ത് ചെയ്യും, ഇത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യണം, അടുത്ത റൊട്ടേഷൻ ഇതിന് ചെയ്യണമെങ്കിൽ ഇത് 26 ടൈംസ് ഒരു റൊട്ടേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ അടുത്ത ഒന്ന് മൂവ് ചെയ്യും. മനസ്സിലായോ? ഇത് പിന്നെയും ഒരു റൊട്ടേഷൻ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു റൊട്ടേഷൻ, ഒറ്റ ഒരു മൂവ്മെൻറ്റ് നടക്കും, ഒരു റൊട്ടേഷൻ നടക്കും. ഇത് 26 പ്രാവശ്യം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഇത് ഫാസ്റ്റായിട്ടുള്ള റൊട്ടേഷൻ നടക്കുക. ഇത് 26 ടൈംസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റത്തുള്ളൂ, ഇതൊന്ന് മൂവ് ചെയ്യത്തുള്ളൂ. അതാണ് മീഡിയം റോട്ടർ. ഇത് 26 ടൈംസ് ഫുള്ള് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇത് ഒരു പ്രാവശ്യമേലും ഇത് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഫാസ്റ്റ് റോട്ടർ, മീഡിയം റോട്ടർ, സ്ലോ റോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞാൽ അത് ഒരു പോളി ആൽഫബറ്റിക് സൈഫർ ഓഫ് പീരീഡ് 26 എന്ന് പറയാം. നമുക്ക് ഒരു ഫുൾ റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ എന്താ പറയുക, പോളി ആൽഫബറ്റിക് സൈഫർ ഓഫ് പീരീഡ് 26 എന്ന് പറയാം. അപ്പം ഇവിടെ 3 സിലിണ്ടർ ആണ് ഉള്ളത്. അപ്പോൾ 3 പോളി ആൽഫബറ്റിക് സൈഫർ പോസിബിൾ ആണ്. ശരിക്കും ഇവിടെ 3 സിലിണ്ടർ ഉള്ളത് കൊണ്ട് 3 പോളി ആൽഫബറ്റിക് സൈഫർ ഇവിടെ ആണ്. ഒരെണ്ണത്തിനകത്ത് എന്താണ്, ഒരു പോളി ആൽഫബറ്റിക് സൈഫറാണ്. അപ്പം ഇത് അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ മെഷീൻ കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻ്റ്ലി റൊട്ടേറ്റിംഗ് സിലിണ്ടേഴ്സ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ 3 എണ്ണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സിലിണ്ടറാണ്. ത്രൂ വിച്ച് ഇലക്ട്രിക്കൽ പൾസസ് ക്യാൻ ഫ്ലോ. അതിൻ്റെ അകത്ത് എന്തുണ്ട്, ഇലക്ട്രിക്കൽ പൾസസ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് ഉള്ളിൽ എന്താണ്, വയർ ചെയ്ത് വെച്ചേക്കുവാണ്. ഓരോ സിലിണ്ടറിനും 26 ഇൻപുട്ട് പിൻസും ഉണ്ട്, 26 ഔട്ട്പുട്ട് പിൻസും ഉണ്ട്. ഓക്കെ, വിത്ത് ഇന്റേണൽ വയർ ദാറ്റ് കണക്ട് ഈച്ച് ഇൻപുട്ട് പിൻ ടു യൂണീക്ക് ഔട്ട്പുട്ട് പിൻ. ഒരു ഇൻപുട്ട് പിന്നും ഔട്ട്പുട്ട് പിന്നുമായിട്ട് അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ സിംപ്ലിസിറ്റി ഓൺലി 3 ഓഫ് ദി ഇന്റേണൽ കണക്ഷൻ ഓഫ് ഈച്ച് സിലിണ്ടർ ആർ ഷോൺ. നമ്മളിവിടെ 3 എണ്ണേ കാണിച്ചിട്ടുള്ളൂ, 3 എണ്ണമല്ല, അതിൽ കൂടുതൽ എണ്ണം വേണമെങ്കിൽ നമുക്ക് പോസിബിൾ ആണ്. If we associate each input and output pin with a letter of alphabet, ഓരോന്നിൻ്റെ അകത്തും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഓരോ ആൽഫബറ്റുമായിട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. Then a single cylinder defines a mono alphabetic substitution. ഒരു സിലിണ്ടർ, 3 സിലിണ്ടർ ഉണ്ടെങ്കിൽ ഒരെണ്ണം എന്താണ്, ഒരു മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. If an operation depresses the key for a letter A, the electrical pulses is applied to the first input in the first cylinder and flows through the internal collection to the 25th output. അതായത് എ എന്ന് പറയുന്നത് ഇങ്ങനെ വയർ ചെയ്തിട്ട് നമ്മൾ 26ലോട്ട് 25ലോട്ട് നമ്മളിവിടെ വെച്ചേക്കുക. അപ്പം നമ്മൾ ഇവിടെ ഒരു പ്രസ് ചെയ്ത് കഴിയുമ്പം ഫസ്റ്റ് പിന്നെ എയിലോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, ഇവിടെ ഇലക്ട്രിക്കൽ ഫ്ലോ ഇവിടെ മൂവ് ചെയ്ത് 25th പിന്നിലാണ് അത് അപ്ലൈ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എ എന്ന് പറഞ്ഞ് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞ് എക്ക് ഇക്വലൻ്റ് ആയിട്ട് ഞാൻ വയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെ 24. അപ്പം 24ലേക്കായിരിക്കും ഇത് പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബിക്ക് ഇക്വലൻ്റ് 25, ബിക്ക് ഇക്വലൻ്റ് ആണ് ഇവിടെ 25ലേക്കായിരിക്കും അത് പോവുക. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ കൺസിഡർ എ മെഷീൻ വിത്ത് സിംഗിൾ സിലിണ്ടർ. ഇപ്പോൾ ഒറ്റ സിലിണ്ടറേ ഉള്ളെങ്കിൽ ആഫ്റ്റർ ഈച്ച് ഇൻപുട്ട് കീ ഈസ് ഡിസ്പ്രസ്ഡ്, ഒരു ഇൻപുട്ട് കീ നമ്മൾ പ്രസ് ചെയ്യുമ്പം സിലിണ്ടർ റൊട്ടേറ്റ് 1 പൊസിഷൻ. ഓക്കെ, ഒരു ഇൻപുട്ട് കീ പ്രസ് ചെയ്ത് കഴിയുമ്പം റൊട്ടേറ്റ് ചെയ്യും, 1 പൊസിഷൻ റൊട്ടേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇന്റേണൽ കളക്ഷൻ ഷിഫ്റ്റഡ് അക്കോർഡിംഗ്ലി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇത് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അകത്തുള്ളത് എന്താണ്, ഇന്റേണൽ കളക്ഷന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച്. Thus different mono alphabetic substitution cipher define. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഓരോ മോണോ ആൽഫബറ്റിക് സൈഫറാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം ആഫ്റ്റർ 26 കീ ഓഫ് പ്ലെയിൻ ടെസ്റ്റ് ദ സിലിണ്ടർ വുഡ് ബാക്ക് ടു ദ ഇനിഷ്യൽ പൊസിഷൻ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് 26 ആയി കഴിയുമ്പോൾ അത് ഇനിഷ്യൽ പൊസിഷൻ എവിടെയാണോ തുടങ്ങിയത് അത് അവിടെ തന്നെ അത് തിരിച്ചു വരും. Thus we have a poly alphabetic substitution algorithm with a period of 26. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് പോളി ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അൽഗോരിതം വിത്ത് പീരീഡ് ഓഫ് 26 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇതിപ്പോൾ 26 പ്രാവശ്യം വന്നു കഴിയുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇനിഷ്യൽ പൊസിഷനിൽ വരും.
Okay. A single cylinder system is trivial and does not present a formidable cryptanalytic ടാസ്ക്. അപ്പം ഒരു സിംഗിൾ സിലിണ്ടർ ആണ്, അപ്പം ട്രിവിയൽ ആണ്. അത് മൂന്നെണ്ണം ഉണ്ട്, അതൊന്നും ഒന്നിനോടൊന്നും ഡിപ്പെൻഡ് ഒന്നുമില്ല. ദ പവർ ഓഫ് റോട്ടർ മെഷീൻ ഈസ് യൂസ് ടു മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ്. ഈ പവർ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സിനകത്തോട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് പിൻ ഓഫ് വൺ സിലിണ്ടർ ആർ കണക്റ്റഡ് ടു ദി ഇൻപുട്ട് പിൻ ഓഫ് ദ നെക്സ്റ്റ്. ഔട്ട്പുട്ട് പിൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് പിൻ എടുത്തിട്ട് ഇതിൻ്റെ ഇൻപുട്ടിലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്തതിൻ്റെ ഈ ഒരു സെക്കൻഡിൻ്റെ ഔട്ട്പുട്ട് പിൻ എടുത്തിട്ട് മൂന്നാമത്തേൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഫോർ എവറി കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ഇന്നർ സിലിണ്ടർ, അകത്തെ സിലിണ്ടർ ഫുള്ള് ഇന്നർ സിലിണ്ടർ റൊട്ടേറ്റ് ആയാൽ മിഡിൽ സിലിണ്ടർ റൊട്ടേറ്റ് വൺ പിൻ പൊസിഷൻ. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് സിലിണ്ടർ ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മിഡിൽ സിലിണ്ടർ, രണ്ടാമത്തെ സിലിണ്ടർ ഒരു പൊസിഷൻ മൂവ് ചെയ്യും. മനസ്സിലായോ? അപ്പം നമുക്ക് ടോട്ടലി എങ്ങനെ പറയാം? 26 × 26 × 26 ഡിഫറെൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്ത് പോസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് എങ്ങനെയാണ് റോട്ടർ മെഷീൻ്റെ വർക്കിംഗ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.